ജനം ചുമതല ഏൽപ്പിച്ചവരുടെ അലംഭാവത്തിലും അവഗണനയിലും പാലായിക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കുവാൻ പാലായിൽ യുവജന മുന്നേറ്റം നടക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു. പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജന മാർച്ചിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ പാലായെ സംബന്ധിച്ചിടത്തോളം പാലായിൽ നമുക്കുണ്ടായിരുന്ന പാലാ മോഡൽ പ്രയോഗം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക. പാലായ്ക്ക് നേടിക്കൊടുത്ത ആ പുരോഗതി, മാണിസാർ കൊണ്ടുവന്ന പുരോഗതി കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഇവിടുത്തെ ജനങ്ങളെടുത്ത് പരിശോധിക്കുക. രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ കേട്ടുനിൽക്കുന്ന നല്ലവരായ ചിലപ്പോൾ എതിരാളികൾ ഉണ്ടാകാം, രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടെടുത്തവരുണ്ടാകാം. അവരൊക്കെ ചിന്തിക്കട്ടെ, ഇവിടെ പാലാ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പാലാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബ്രില്യന്റും അതുപോലെ തന്നെ ത്രിപിൾ ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്നെത്തുന്നത്. പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു MP-യെ സംബന്ധിച്ചോളം, ഒരു ജനപ്രതിനിധി നിയമസഭാ ഒരു ജനപ്രതിയെ സംബന്ധിച്ചോളം MP ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, പക്ഷെ ബൃഹത്തായ പദ്ധതികൾ പറയട്ടെ, കഴിഞ്ഞ 7 വർഷക്കാലത്തിന് ശേഷം അല്ലെങ്കിൽ 7 വർഷത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരെണ്ണം പറയട്ടെ. ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നില്ല. ഇപ്പൊ പല പദ്ധതികളും ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികൾ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല. ഈ ബൈപ്പാസ് വരുമ്പോൾ ആ ബൈപ്പാസ് എല്ലാ പഞ്ചായത്തുകളും പാലായി കൂടെ കടന്നു പോകുന്നവർക്കെല്ലാം പ്രയോജനകരമാണ്. ഇവിടെ ഒരു റിവർ വ്യൂ റോഡിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനകരമാണ്. മാണിസാർ തുടങ്ങി വെച്ചിട്ട് 90% പൂർത്തിയാക്ക പദ്ധതികൾ ബാക്കി 10% ഉള്ളൂ. അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ആരാണ് കുറ്റക്കാരൻ? ജോസ് കെ മാണിയാണോ? സ്വന്തം പിതാവ് തുടങ്ങി വെച്ച് 90% പൂർത്തിയാക്ക പദ്ധതി ഏറ്റവും അവസാനം പറയുന്നു അത് ഭരണത്തിലിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഞാൻ ചുരുക്കട്ടെ. ഇവിടെ നിന്ന് നേരെ അങ്ങേ അറ്റത്ത് മരിയൻ സെന്ററിൽ പോകുമ്പോൾ ഒരു വീടുണ്ട്. ഇവിടെ 2.5 സെന്റ് സ്ഥലം മാത്രം എടുക്കാനുള്ളൂ. റിവർ വ്യൂ പദ്ധതിയിൽ ആ 2.5 സെന്റ് എടുക്കുവാനായിട്ട് ഇന്ന് 7 വർഷക്കാലമായി. എന്തിനാണ് കളരിയമ്മാക്കൻ പാലത്തിലേക്ക് പോകുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ ചെല്ലുമ്പോൾ അതിന് വേറെ ലെറ്ററുകളാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ആരെന്ത് വികസനം നടത്തിയാലും അതിന്റെ മുമ്പിൽ നിന്നോട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കേരള സംസ്ഥാനത്തിന്റെ പദ്ധതികൾക്ക് എപ്പോഴും MLA-മാർക്ക് ഒരു അവകാശമുണ്ട്, ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. ഒരു MP-യേക്കാൾ അത് ആ പദ്ധതി എങ്ങനെ വേണം എന്ന് പരിശോധിക്കേണ്ടത് ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധി, നിയമസഭ ഒരു MLA ആണ്. അവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു ബൈപ്പാസ് വരുമ്പോൾ അവിടെ ഒരു ജനപ്രതിനിധി പറയുകയാണ്, നിയമസഭാ ജനപ്രതിനിധി പറയുകയാണ് അത് ഇങ്ങനെയല്ല, അതിന്റെ അപ്പുറത്തൂടെയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എടുത്ത് നോക്കുക. ഈ പദ്ധതികളൊക്കെ എത്രയോ പദ്ധതികൾ കളരിയമ്മാക്കലായിരിക്കാം, ഇവിടുത്തെ റിംഗ് റോഡ് സെക്കൻഡ് റീച്ച് ആയിരിക്കാം, ഈ പറയുന്ന മരിയൻ സെന്ററിലെ ആയിരിക്കാം, ഇവിടെ ഈ പറയുന്ന റിവർ വ്യൂവിന്റെ ആയിരിക്കാം. ഈ പദ്ധതികളൊക്കെ പോകുമ്പോൾ ഇതിനു വേണ്ടി ഒരു അക്ഷരം അസംബ്ലിക്കകത്ത് കൊണ്ടിട്ടുണ്ടോ? ഇതിനു വേണ്ടി ഒരു യോഗം ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ പറയാൻ വിഷമമുണ്ട്.